ഹായ് ഓൾ. എല്ലാ വർഷവും നമ്മുടെ യുകെ ഗവൺമെൻറ് അവരുടെ ഇമിഗ്രേഷൻ റൂൾസിനകത്ത് ചേഞ്ചസ് വരുത്താറുണ്ട്. അങ്ങനെ ഇപ്രാവശ്യം അവരൊരു പുതിയ ചേഞ്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്രാവശ്യം അത് അഫക്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഓവർസീസ് ഹെൽത്ത് ആൻഡ് കെയർ സ്റ്റാഫിൻ്റെ റിക്രൂട്ട്മെൻറ്റിനെയാണ്. അതിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഇക്കഴിഞ്ഞ മാർച്ച് മാസം 12-ാം തീയതിയായിരുന്നു അവർ ഒരു റൂൾ ചേഞ്ച് അനൗൺസ് ചെയ്തത്. ഇത് അടുത്ത മാസം ഏപ്രിൽ 9-ാം തീയതി 2025 തൊട്ടാണ് ഇത് പ്രാബല്യത്തിൽ വരുന്നത്. സോ ഇത് ബേസിക്കലി എഫക്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ബാൻഡ് 3 ആയിട്ട് ഹെൽത്ത് കെയർ വിസയിൽ യുകെയിലേക്ക് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ആയിരക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകളെയായിരിക്കും ഈ ഒരു റൂൾ ചേഞ്ച് അഫക്റ്റ് ചെയ്യാൻ പോകുന്നത്. എന്തൊക്കെയാണ് അവർ കൊണ്ടുവന്നിട്ടുള്ള ഈ റൂൾ ചേഞ്ചിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അനൗൺസ്മെൻറ്റ് നമുക്ക് നോക്കാം. ഒന്നാമത്തെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൂൾ ചേഞ്ച് എന്താണെന്ന് വെച്ചാൽ ഇനി തൊട്ട് ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു കമ്പനി വിദേശത്തു നിന്ന് ഒരാളെ റിക്രൂട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് അവർ യുകെയിലെ മാർക്കറ്റിൽ ആ ജോബിന് ആപ്റ്റ് ആയിട്ടുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടെന്ന് അവർ സെർച്ച് ചെയ്തതിന് ശേഷം അവർക്ക് കിട്ടിയിട്ടില്ല, അങ്ങനെ അവർ ഉദ്ദേശിക്കുന്ന ക്വാളിറ്റീസ് ഒരാളെ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഇനി തൊട്ട് വിദേശത്ത് നിന്ന് റിക്രൂട്ട്മെൻറ്റ് ചെയ്യാൻ പാടുള്ളൂ. അതാണ് അടുത്തൊരു ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ അത് ബാൻഡ് 3 ഹെൽത്ത് കെയർ ജോബ്സിനുള്ള സാലറി ത്രഷോൾഡിനെ സംബന്ധിച്ചാണ്. ഈ കഴിഞ്ഞ വർഷം വരെ 23,200 പൗണ്ട്സ് പെർ ഇയർ ആയിരുന്നു ബാൻഡ് 3 ഹെൽത്ത് കെയർ ജോബ്സിന് സിഒസി കിട്ടാനായിട്ടുണ്ടായിരുന്ന സാലറി ത്രഷോൾഡ്. ഇപ്രാവശ്യം അതവർ മാറ്റിയിട്ട് 25,000 പൗണ്ട്സിലേക്ക് അതവർ മാറ്റിയിട്ടുണ്ട് സാലറി ത്രഷോൾഡ്. 25,000 പൗണ്ട്സ് അല്ലെങ്കിൽ പെർ അവർ റേറ്റ് ആണെന്നുണ്ടെങ്കിൽ 12.82 പെർ അവർ കിട്ടുന്ന ജോലികൾക്ക് മാത്രമേ ഉള്ളൂ സിഒസി കിട്ടത്തുള്ളൂ. ഇതും ആക്ച്വലി എന്താ പറയുക ഒരു നെഗറ്റീവ് ന്യൂസാണ്. സോ ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഹെൽത്ത് കെയർ സിസ്റ്റത്തിൽ ഇപ്പോൾ നിങ്ങൾ നേഴ്സായിട്ടോ ഡോക്ടറായിട്ടോ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളൊരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പുതിയ നാഷണൽ മിനിമം സാലറി റിക്വയർമെൻറ്റ് നിങ്ങൾ മീറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ബാൻഡ് 3 ഹെൽത്ത് കെയർ വിസയിൽ യുകെയിൽ വരാൻ നിൽക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സാലറി ത്രഷോൾഡ് മീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ സിഒസി കിട്ടാനായിട്ടുള്ള ചാൻസുകളും അതുകൊണ്ട് കുറവാണ്. അടുത്തൊരു ചേഞ്ച് അവർ അനൗൺസ് ചെയ്തിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. അവർ വീണ്ടും ഒന്നും കൂടെ അത് പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ വിസ സ്ക്രൂട്ടനി അവർ കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ട് ചെയ്യാൻ പോവുകയാണ്. അത് എഫക്റ്റ് ചെയ്യാൻ പോകുന്നത് ആരെയാണെന്ന് വെച്ചാൽ ഇപ്പം ഇവിടെ ഷോർട്ട് ടൈം വിസയിൽ ചെറിയ ചെറിയ കോഴ്സുകൾ പഠിക്കാൻ വരുന്ന സ്റ്റുഡൻസിനെ ആയിരിക്കും അത് അഫക്റ്റ് ചെയ്യുന്നത്. സോ ഇനി തൊട്ട് ചെറിയ കോഴ്സുകൾക്ക് അല്ലെങ്കിൽ ഒരു 6 മാസത്തേക്ക് 1 വർഷത്തേക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചെറിയ ചെറിയ കോഴ്സുകൾ പഠിക്കാനായിട്ട് യുകെ വരുന്നവർക്ക് വിസ കിട്ടാനായിട്ടുള്ള ചാൻസുകൾ ഇനി തൊട്ട് കുറവായിരിക്കും. ഈ പുതിയ റൂൾ ചേഞ്ച് നമ്മുടെ NHS ട്രസ്റ്റുകൾ, കെയർ ഹോമുകൾ, അതും അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പം ഏതെങ്കിലും ട്രസ്റ്റിലോ കെയർ ഹോമിലോ ബാൻഡ് 3 ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റ് ആയിട്ട് സിഒഎസോട് കൂടി ജോലി ചെയ്യുന്ന ഒരാളാണെന്നെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. NHS ട്രസ്റ്റുകളെയും കെയർ ഹോമുകളെയും അത് എഫക്റ്റ് ചെയ്യാൻ പോകുന്നത് ഇനി തൊട്ട്, അതായത് ഏപ്രിൽ 9-ാം തീയതി തൊട്ട് ബാൻഡ് 3 കെയർ വർക്കേഴ്സിന്, ഓവർസീസ് കെയർ വർക്കേഴ്സിന് സിഒഎസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ സ്പോൺസർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ട്രസ്റ്റുകൾക്കും അല്ലെങ്കിൽ കെയർ ഹോമുകൾക്കും പറ്റത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ പോലെ സാലറി ത്രഷോൾഡ് മീറ്റ് ചെയ്യുന്നില്ല. ഇനി അതുമല്ല, നിങ്ങൾ ഇപ്പോൾ ബാൻഡ് 3-ൽ കറൻ്റ്ലി സിഒഎസ് കിട്ടി വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കും റിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആനുവൽ സാലറി 25,000 പൗണ്ട്സിന് മേളിലാണെങ്കിൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് നെക്സ്റ്റ് ടൈം റിന്യൂ ചെയ്യാൻ പറ്റത്തുള്ളൂ. നിങ്ങളുടെ സാലറി 25,000 പൗണ്ട്സിന് താഴെയാണെന്നുണ്ടെങ്കിൽ സിഒഎസ് റിന്യൂ ചെയ്യുന്നതിന് നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു ചേഞ്ചസിനെ പറ്റി എൻ്റെ ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ യുകെയിൽ എത്തിയിട്ട് ജോലി അന്വേഷിച്ച് നടക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് ഇത് അബ്സല്യൂട്ട്ലി ഒരു എന്താ പറയുക സന്തോഷം തരുന്നൊരു ന്യൂസാണ്. കാരണം യുകെയിലുള്ള ആളുകളെ കൺസിഡർ ചെയ്തതിന് ശേഷം മാത്രമേ ഉള്ളൂ ഇനി ഏതൊരു കമ്പനിക്കും ഏതൊരു ഓർഗനൈസേഷനും പുറത്ത് നിന്ന് റിക്രൂട്ട്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അതേസമയം നിങ്ങൾ യുകെയിലേക്ക് വരാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരാളാണ്, എസ്പെഷ്യലി ഒരു ബാൻഡ് 3 ഹെൽത്ത് കെയർ വിസയിൽ വരാൻ നിൽക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് ഇത് അബ്സല്യൂട്ട്ലി ഒരു നെഗറ്റീവ് ന്യൂസാണ്. കാരണം ഒന്ന് അവർ റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നില്ല. ഇനി ഇൻ കേസ് റിക്രൂട്ട്മെൻറ്റ് നടത്തി ഇങ്ങോട്ട് വന്നാലും സിഒഎസ് റിക്രൂട്ട്മെൻറ്റ് ഇപ്പോഴത്തെ സാലറി ത്രഷോൾഡ് വെച്ച് നിങ്ങൾക്ക് മീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ എന്താ പറയുക സിഒഎസ് കിട്ടാനായിട്ടുള്ളതും അല്ലെങ്കിൽ സ്പോൺസർഷിപ്പ് കിട്ടാനായിട്ടുള്ള ചാൻസസും വളരെ കുറവാണ് ഇനി തൊട്ട്. സോ ഫ്രണ്ട്സ്, ഈ ഒരു ചേഞ്ചസിനെ സംബന്ധിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും ആഡ് ചെയ്യാനായിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇതിനെ സംബന്ധിച്ച് പുതിയ അപ്ഡേറ്റുകളോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റ് ആയിട്ട് പറയാം. സോ അപ്പം അടുത്തൊരു വീഡിയോയുമായിട്ട് കാണുന്നവരെ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക, നന്നായിട്ടിരിക്കുക. താങ്ക് യു സോ മച്ച്.